നമ്മൾ ഇന്ന് പനീർ ടിക്ക ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടിയത്. അപ്പം ഞാൻ ഒരു 6 നല്ല വെളുത്തുള്ളി, ഒരു നല്ല കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചു. ഇതിനെ നമുക്ക് അടിച്ചെടുക്കാം. ഞാൻ ഉപയോഗിച്ചേക്കുന്ന മിൽക്കി മിസ്റ്റ് പനീറാണ്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. മറ്റേത് കട്ട് ചെയ്താൽ മേടിക്കുമ്പോൾ ചെറുതായി പോകും, അതുകൊണ്ടാണ്. പിന്നെ ഇതിന് പ്രധാനമായിട്ട് വേണ്ടിയത് തൈരാണ്. ഞാൻ മിൽക്കി മിസ്റ്റ് തന്നെ തൈരാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ, ഗാർണിഷ് ചെയ്യാനായിട്ട് അല്പം തക്കാളി, അതേപോലെ തന്നെ ക്യാപ്സിക്കം. ഇനി പൊടികൾ നമുക്ക് വേണ്ടിയത് തൈരിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾ, മുളക് പൊടി, ഇച്ചിരി ജീരകപ്പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ കസ്തൂരി മേത്തി ഒരു പിഞ്ച്, നല്ല ഒരു പിഞ്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിതിനെ മിക്സ് ചെയ്യാം. ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ജീരകം ഒരു 1/4 ടീസ്പൂൺ മതിയേ. മഞ്ഞൾ ഒരു 1/4 ടീസ്പൂൺ, മുളക് ഒരു 1/4 ടീസ്പൂൺ, ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ, ഉപ്പ് വടിച്ച് 1 സ്പൂൺ എടുത്തുണ്ട്. ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഈ കസ്തൂരി മേത്തി കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പനീർ അതിലിട്ട് പുരട്ടി വെക്കാം. അപ്പോൾ പനീർ ഇട്ടിട്ടുണ്ട്. അതിനെ നന്നായിട്ടൊന്ന് മസാല പുരട്ടി എടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മൾ ഒന്ന് വെച്ചിരുന്നാലേ അത് നന്നായിട്ട് മാരിനേറ്റ് ആവത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഒരു നല്ല ഫ്രൈങ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്വല്പം എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് എല്ലാം കംപ്ലീറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി ഇതിനെ ഓരോന്നിനും നമുക്കിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് അല്പം ചുമന്ന കളറിലാക്കി ഫ്രൈ ആക്കി എടുക്കാം. ഓക്കെ. ഇട്ട് ഇടമാവട്ടെ.